നമസ്തേ. ഇന്നത്തെ എൻ്റെ യാത്ര തിരുപ്പതിയിലേക്കാണ്. ആന്ധ്രാപ്രദേശിലുള്ള തിരുപ്പതിയല്ല, ഇത് കോട്ടയം ജില്ലയിലെ ചിങ്ങവനം എന്ന സ്ഥലത്തെ തിരുപ്പതി ക്ഷേത്രം. തിരുപ്പതിയിൽ പോകാൻ സാധിക്കാത്ത ആയിരങ്ങൾക്കായി തിരുപ്പതി ബാലാജിയുടെ അതേ രൂപത്തിൽ, അതേ ചൈതന്യത്തിൽ ഭഗവാൻ ഇവിടെ തന്നെ കാണാൻ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും സകലവിധ ഐശ്വര്യങ്ങളും ചൊരിഞ്ഞുകൊണ്ട് വാണരുളുന്നു. ഇതൊരു ചെറിയ വനമാണ്. ഇവിടെ പണ്ട് സിംഹം ഉള്ളതായും അങ്ങനെ ഇതിന് സിംഹവനം എന്ന് പേര് വരികയും ചെയ്തു. പിന്നീടത് ചിങ്ങവനമായി ചുരുങ്ങി. ഇതാണ് ക്ഷേത്രത്തിലേക്കുള്ള വഴി. ഇവിടെയുള്ള വൃക്ഷങ്ങൾ ഒരു കുട പോലെയാണ് ക്ഷേത്രത്തിന് ചുറ്റുമുള്ളത്. ചുറ്റും കിളികളുടെ നാദം, ശംഖനാദം കേൾക്കുമ്പോൾ ഈ കാട് മുഴുവൻ ഭഗവാന്റെ നാമം ഏറ്റുപാടുന്നത് പോലെ. ഇതാണ് കോട്ടയത്തെ തിരുപ്പതി ക്ഷേത്രം. ഈ ക്ഷേത്രം ഇവിടെ വന്നതിൻ്റെ കഥ പറയട്ടെ. ഉത്തരേന്ത്യയിൽ നിന്നും വന്ന ഒരു ടീം, അവർ ഇവിടെ ട്രാവൻകൂർ ഇലക്ട്രോ കെമിക്കൽസ് എന്ന ഒരു കമ്പനി സ്ഥാപിക്കുകയും അവരുടെ ജീവനക്കാർക്കും മറ്റുമായി നിത്യ ആരാധനയ്ക്കായി തിരുപ്പതിയിലെ പോലെ തന്നെയുള്ള സ്ഥാനക രീതിയിലുള്ള ഒരു വെങ്കടേശ്വര വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഈ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചിരിക്കുന്നത് തിരുപ്പതിയിൽ നിന്ന് വന്ന പണ്ഡിത ശ്രേഷ്ഠന്മാർ തന്നെയാണ്. ക്ഷേത്രം തന്ത്രികളുടെ വാക്കുകളിലേക്ക്. ഹരി ഓം. ദക്ഷിണ തിരുപ്പതി ശ്രീ വെങ്കടേശ്വര ദേവസ്വം എന്ന് അറിയപ്പെടുന്ന ഈ ഒരു ക്ഷേത്രം മുൻപ് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഇലക്ട്രോ കെമിക്കൽസ് എന്ന് പറയുന്ന കമ്പനിയുടെ ഭാഗമായിട്ടായിരുന്നു നിലകൊണ്ടിരുന്നത്. അന്നത്തെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾക്കായിക്കൊണ്ട്, വിശിഷ്യ തിരുപ്പതി ബാലാജിയുടെ ഉപാസകരായിരുന്ന ആ ജീവനക്കാർക്കായിക്കൊണ്ട് കമ്പനിയാൽ നിർമ്മിതമായിരിക്കുന്നതാണ് ഈ ഒരു ക്ഷേത്രം. മുൻകാലഘട്ടങ്ങളിൽ ഇവിടെ പൊതുജനങ്ങൾക്ക് പ്രവേശനമോ മറ്റ് ഒന്നും തന്നെ ഇല്ലായിരുന്നു. കമ്പനിയിലെ ജീവനക്കാർ മാത്രമായിരുന്നു നിത്യസന്ദർശനം നടത്തിക്കൊണ്ടിരുന്നത്. ദീപാവലി നാളിൽ പൊതുജനങ്ങൾക്കായിക്കൊണ്ട് ദർശനം അനുവദിച്ചിരുന്നു ആ കാലഘട്ടത്തിൽ. പിന്നീട് കമ്പനിയുടെ പ്രവർത്തനം ഇവിടെ നിന്നു പോവുകയും ഈ ഒരു ക്ഷേത്രം പൊതുജനങ്ങളുടെ ആവശ്യകതയെ മുൻനിർത്തിക്കൊണ്ട് ഇപ്പോൾ ശ്രീപദം തന്ത്രവിദ്യാപീഠം ഏറ്റെടുത്ത് പ്രവർത്തിക്കുകയാണ്. ഇവിടെ പ്രധാന മൂർത്തിയായിരിക്കുന്ന വെങ്കടേശ്വര സ്വാമിക്കൊപ്പം തന്നെ വലത് ഭാഗത്തായി പത്മാവതി ഭഗവതിയും ഇടത്തായി മഹാലക്ഷ്മി ദേവിയും കുടികൊള്ളുന്നു. ബാലാജിയുടെ ഒരു ചെറിയ വിഗ്രഹം, അത് ചാളഗ്രാമോട് കൂടി തന്നെ ശ്രീകോവിലിൽ പൂജയ്ക്ക് വിധേയമായിക്കൊണ്ട് ഉണ്ട്. അതിനൊപ്പം തന്നെ സാന്നിധ്യമരുളി ശ്രീ മഹാഗണപതിയും സുബ്രഹ്മണ്യ സ്വാമിയും ശ്രീധർമ്മശാസ്താവും ഹനുമാൻ സ്വാമിയും ഇവിടെ കുടികൊള്ളുന്നു. ബിംബോപാധി ഇല്ലെങ്കിൽ കൂടിയും ഒരു വിളക്ക് വെച്ച് ഭഗവതിയെ ആരാധിക്കുന്ന ഒരു സങ്കേതം കൂടി ഈ ഒരു പുണ്യഭൂമിയിൽ ഉണ്ട്. ഇവിടുത്തെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് നാരായണ ദമ്പതി പൂജയാണ്. നാരായണ ദമ്പതി പൂജ എന്ന് പറയുമ്പോൾ ഏതൊരു ജീവിതമാണോ നമുക്ക് ഉന്നതിയിലേക്ക് കൊണ്ടുവരേണ്ടുന്നത്, അതിലെ സർവവിധമായിരിക്കുന്ന ആ ഉയർച്ചയ്ക്കായിക്കൊണ്ട് വെങ്കടേശ്വര ഭഗവാനെയും ഒപ്പം തന്നെ പത്മാവതി ദേവിയെയും മഹാലക്ഷ്മി ദേവിയെയും കൂടെ കൂട്ടി പൂജിച്ചു കൊണ്ടിട്ടുള്ള ഒരു സമ്പ്രദായമാണ് നാരായണ ദമ്പതി പൂജയായിട്ട് ഇവിടെ അവലംബിച്ചിരിക്കുന്നത്. തിരുപ്പതിയിലെ അതേ ക്രമം തന്നെ പുലർത്തിയാണ് ഇവിടുത്തെ ആരാധനാ ക്രമങ്ങൾ പുലർന്നു പോരുന്നത്. വൈഖാനസ പദ്ധതി എന്ന് പ്രചുരം നേടിയ ശൈവ വൈഷ്ണവ ശാക്തേയ തന്ത്രങ്ങളിൽ
വൈഷ്ണവതന്ത്രം ആണ് ഈ വൈഖാനസ പദ്ധതി എന്നുള്ളത്. ആ വൈഖാനസ പദ്ധതിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇവിടുത്തെ താന്ത്രിക കാര്യങ്ങളും പൂജാ കാര്യങ്ങളും നിശ്ചയിച്ച് പ്രാവർത്തികമാക്കി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സന്നിധിയുടെ മഹത്വത്തെ മനസ്സിലാക്കി അന്യദേശത്ത് നിന്ന് പോലും ധാരാളം ഭക്തജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു വേളയിൽ തിരുപ്പതിയപ്പൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ആശിസ്സുകളും എല്ലാ ഭക്തർക്കും ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നന്ദി, നമസ്കാരം. തിരുപ്പതി വെങ്കടേശ്വരൻ്റെ അതേ ചതുർബാഹു ശംഖ് ചക്രധാരി വരദഹസ്തനായ രൂപം, കിരീടവും തിരുനാമവും കണ്ടാൽ തിരുമലയിൽ എത്തിയ പ്രതീതി. എല്ലാവരെയും ഈ ക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കുന്നു. നന്ദി, നമസ്തേ.